Dear students, welcome to the class. ഇപ്പോൾ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ നമ്മൾ പറഞ്ഞു. കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. നമ്മൾ പഠിച്ചതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ഓൺലി എ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് എ ബ്രോഡ് സബ്ജക്റ്റ്, ഒരു വലിയ സബ്ജക്റ്റാണ്. പക്ഷേ കോസ്റ്റ് എന്താണ്, അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്. നമ്മൾ എൻറ്റയർ ഫേമിൻ്റെ മൊത്തം കാര്യങ്ങൾ എന്തിൽ പഠിക്കും? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിക്കും. നേരെ മറിച്ച് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എന്ത് മാത്രമാണ്, ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിനെ പറ്റി മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. നോക്കാം, ഡിഫറൻസ് നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആർ അക്കൗണ്ട്സ് ഓഫ് ദ ഹോൾ ബിസിനസ്. കോസ്റ്റ് അക്കൗണ്ട്സ് ആർ ഓൺലി എ പാർട്ട് ഓഫ് ഹോൾ അക്കൗണ്ട്. ഓക്കെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഹോൾ ബിസിനസ്സിൻ്റെ കാര്യം പറയുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഓൺലി പാർട്ട് ഓഫ് ദ ഹോൾ അക്കൗണ്ട്, ഒരു ചെറിയൊരു ഭാഗം മാത്രം പറയുന്നു. Financial accounts disclose the net result of the business as a whole. Cost account disclose the net profit or net loss of each department. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ നമ്മൾ പറഞ്ഞു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ആ കമ്പനി മൊത്തത്തിൽ ഏൺ ചെയ്ത പ്രോഫിറ്റ് ലോസ് ഇതാണ് മനസ്സിലാകുന്നത്, നെറ്റ് പ്രോഫിറ്റ്. നേരെ മറിച്ച് കോസ്റ്റിൽ എന്ത് മാത്രമാണ്, ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു പ്രോഡക്റ്റ്, ഒരു ജോബ്, ഒരു സർവീസ്, ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്താണ്, ലോസ് എന്താണെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ദെൻ financial accounts deals with all commercial transactions. Cost account deals with the transaction relating to manufacturing and sale of products and services. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ട്രാൻസാക്ഷൻ ആണെങ്കിലും നമ്മൾ പഠിച്ചാണ്, സെയിൽ, പർച്ചേസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതൊക്കെ ഇവിടെ നമ്മൾ പഠിക്കും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഉണ്ടെങ്കിൽ. കോസ്റ്റിൽ എന്ത് മാത്രമാണ്, പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ നിൽക്കുന്നുള്ളൂ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പഠിക്കുന്നുള്ളൂ. ദെൻ ഫിനാൻഷ്യൽ അക്കൗണ്ട് റെക്കോർഡ്സ് ഓൺലി ആക്ച്വൽ കോസ്റ്റ്. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നടന്നു കഴിഞ്ഞിട്ടുള്ള കോസ്റ്റ് മാത്രമേ എന്ത് ചെയ്യൂ, നമ്മൾ കാണിക്കൂ. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ് ബോത്ത് ആക്ച്വൽ കോസ്റ്റ് ആൻഡ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. അതായത് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, കൊട്ടേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ ഇത് പുറത്ത് കൊടുക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞതെല്ലാം മുൻപിലേക്ക് വരുന്നതാണ്. നമ്മൾ പുറത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ എത്ര വരും, ഇതും നമ്മൾ കൺസിഡർ ചെയ്യും. പക്ഷേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എന്ത് മാത്രമാണ്, ഓൺലി പാസ്റ്റ് ഡാറ്റാസ്, ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ്. ദെൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡീൽസ് വിത്ത് എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് ഔട്ട്സൈഡേഴ്സ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എക്സ്റ്റേണലും നോക്കും, ഇൻറ്റേണൽ, നമ്മുടെ ക്രെഡിറ്റേഴ്സ്, ഡെറ്റേഴ്സ്, ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എന്ത് മാത്രമാണ്, ആക്ച്വൽ കോസ്റ്റ് ആൻഡ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് മാത്രം. അതായത് ഇൻറ്റേർണൽ ട്രാൻസാക്ഷൻസ് മാത്രം. ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് പറയുന്നുണ്ട് കറക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇവിടെ എന്താണ്, ട്രൂ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ വൺസ് എ ഇയർ. കോസ്റ്റ് അക്കൗണ്ടിങ് ഫർണിഷസ് കോസ്റ്റ് ഡാറ്റ അറ്റ് ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസ്. നമുക്ക് ഡെയിലി കാണാം, വീക്കിലി കാണാം, അങ്ങനെ കാണാം. ഇപ്പം നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന വർഷത്തിൽ ഒരു പ്രാവശ്യമാണെങ്കിൽ കോസ്റ്റ് നമുക്ക് എപ്പോൾ വേണേൽ പ്രിപ്പയർ ചെയ്യാം. ഡെയിലി ചെയ്യാം, വീക്കിലി ചെയ്യാം, മന്ത്ലി ചെയ്യാം, ഇയർലിയും ചെയ്യാം. ഇത് ഇനി അടുത്തത് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. ഇത് ഓരോ ചാപ്റ്ററാണ്. ഫസ്റ്റ് വൺ, ജോബ് കോസ്റ്റിംഗ്. Under job costing, costs are collected and accumulated for each job or work order separately. Each job is distinct and each is different from other. Therefore, each job is to be separately costed. Job costing is applicable to printing work, repair shop, foundries, engineering works, machine tools, ship building, etc. ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കോസ്റ്റിംഗ് ആണെന്ത്, ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ നോക്കുക, പറയുന്നത് ഇതാ കണ്ട, റിപ്പയർ ഷോപ്പ്, പ്രിൻറ്റിങ് വർക്ക്, നമ്മൾ എന്തെങ്കിലും ഒരു കല്യാണക്കത്ത് പ്രിൻറ്റ് ചെയ്യാൻ, അപ്പോൾ ആ ഒരു ക്ഷണക്കത്തിന് വേണ്ടി മാത്രം എത്ര രൂപ ചിലവായി. അല്ലെങ്കിൽ മെഷീൻ ടൂൾസ്, ഒരു മെഷീൻ വർക്ക് ചെയ്യാൻ വേണ്ടി എത്ര നമ്മൾ ചെയ്തു. ഷിപ്പ് ബിൽഡിങ്, ഒരു കപ്പലുണ്ടാക്കാൻ, ഒരു ഫർണിച്ചർ, ഒരു കട്ടിലുണ്ടാക്കാൻ, ഒരു അലമാര ഉണ്ടാക്കാൻ എത്ര ചിലവായി. ഇതാണെന്ത്, ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ജോബിന് എത്ര രൂപ, അതാണ് കാണുന്നത് ജോബ് കോസ്റ്റിങ്ങിൽ. ഇനി ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് സിമിലർ പ്രോഡക്റ്റ് ഓർ എ നമ്പർ ഓഫ് സ്മോൾ ഓർഡേഴ്സ് പ്രൊസീഡ് ടു മാനുഫാക്ചർ ടുഗെദർ ആസ് എ സിംഗിൾ ഗ്രൂപ്പ്. ഈച്ച് ബാച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് അക്കോർഡിംഗ് ടു സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ ഈസ് ടു ബി കോസ്റ്റഡ് സെപ്പറേറ്റ്ലി. ബാച്ച് കോസ്റ്റിംഗ് ഈസ് ജനറലി ഫോളോവഡ് ഇൻ സ്പെയർ പാർട്സ് മാനുഫാക്ചറിങ്, ബിസ്ക്കറ്റ് ഫാക്ടറീസ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്, എക്സെട്ര. ബാച്ച് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ, ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ബാച്ചായിട്ട്. ഇപ്പോൾ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സിൽ ചുരിദാർ സെക്ഷൻ, സാരി സെക്ഷൻ,
എന്താ പറയുക, ബാക്കിയുള്ള ജെൻസിൻ്റെ ഷർട്ട്, പാൻറ്റ്, ഇങ്ങനെ ഓരോ സെക്ഷനാണ്. ഓരോന്നിൻ്റെയും കോസ്റ്റ് എന്താണ്, ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ചുരിദാറിൻ്റെ പ്രൈസ് ആയിരിക്കില്ല നമ്മളെ പാൻറ്റിന്, ജീൻസിന് അല്ലേ. അപ്പോൾ ഓരോന്നും എന്താണ് കോസ്റ്റ് എന്താണ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഇതാണ് ബാച്ച് കോസ്റ്റിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്. A contract is a big job, hence it takes a longer time to complete, like jobs for each individual contract. This method is used to construction type of industries such as building, roads, bridge, dams. ഇപ്പോൾ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്, ആ കോൺട്രാക്റ്റ് നിങ്ങൾക്ക് പേരിൽ തന്നെ അറിയാം, നമ്മൾ കോൺട്രാക്റ്റ് വർക്ക്, കൺസ്ട്രക്ഷൻ വർക്കാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് എത്ര ചിലവായി. അപ്പോൾ ഒരു ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വീട് ഉണ്ടാക്കാൻ ഒരു ദിവസം കൊണ്ട് വീടുണ്ടാവുക, ഒരു മാസം കൊണ്ട് ഉണ്ടാവുക. അപ്പോൾ ഒരു കുറേ വർഷങ്ങൾ, ഒരു 2 വർഷം 3 വർഷം, അല്ലെങ്കിൽ വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നു, ഒരു പാലം, ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുന്നു, ഒരു ഡാം ഉണ്ടാക്കുന്നു, ഇങ്ങനെ ഒരുപാട് ഇയേഴ്സിൽ നീണ്ടു നിൽക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് എന്തിൽ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സായിട്ട് പഠിക്കാനുണ്ട്. അപ്പം അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിക്കും. ഇതൊക്കെ നമുക്ക് അക്കൗണ്ട് വരച്ച് ചെയ്യാനുള്ളതാണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ഒക്കെ. അപ്പോൾ ഒരു റോഡ് കൺസ്ട്രക്ഷൻ, അപ്പോൾ റോഡ് കോൺട്രാക്റ്റൊക്കെ ചിലപ്പോൾ ഒരു മാസം മുഴുവൻ വേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാലത്തേക്ക് നീണ്ടു നിൽക്കുന്നൊരു കോസ്റ്റിംഗ് പ്രോസസ്സാണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ഓർത്തുള്ള കൺസ്ട്രക്ഷൻ, നമ്മളൊരു വീട് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുന്ന, ഡാം ഉണ്ടാക്കുന്ന, ഇത്. നെക്സ്റ്റ് പ്രോസസ് കോസ്റ്റിംഗ്. This method of costing is suitable to industries where production is on continuous basis and raw materials are passed through 2 or more distinct process before completion. A separate account is prepared for each process. അപ്പോൾ എന്താണ് ഇതിലെന്താ പറയുന്നത്, ഒരു പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് കുറേ പ്രോസസ്സിലൂടെ കടന്നിട്ടായിരിക്കും ഒരു പ്രോഡക്റ്റായി മാറുന്നത്, അങ്ങനത്തത്. അപ്പോൾ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഓരോന്നിനും ഓരോ ജോബായിരിക്കും, ഓരോന്നിനും ഓരോ പർട്ടിക്കുലർ ജോബായിരിക്കും. ഇപ്പോൾ ഒരു ദിവസം മുഴുവൻ ഒരു കാര്യം ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ ഒരു ഫർണിച്ചർ ഉണ്ടാക്കാൻ എന്താണ്, മരം വെട്ടിയപാട് ഫർണിച്ചറായി മാറുമോ? മരം എന്ത് ചെയ്യണം, കുറേ ക്ലീൻ ചെയ്ത, കുറേ എന്താ പറയുക, ആശാരികൾ കുറേ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ ദിവസം ഓരോന്നിനും ഓരോ കോസ്റ്റാണ്. ഓരോ ദിവസം നമ്മൾ ഓരോ പ്രോസസ്സായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് എന്ത് ചെയ്യുന്നത്, കൂലി കൊടുക്കുന്നത്. അപ്പോൾ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഓരോന്നിനും ഓരോ പ്രോസസ്സിലൂടെ കടന്നിട്ടായിരിക്കും എന്ത് ചെയ്യുക, ലാസ്റ്റ് ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് പോവുക. അപ്പോൾ അതാണ് പ്രോസസ് കോസ്റ്റിംഗ്. ഇതൊക്കെ പ്രോബ്ലം ഉണ്ട് നമുക്ക് ചെയ്യാൻ. യൂണിറ്റ് കോസ്റ്റിംഗ്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ എ കമ്പനി പ്രൊഡ്യൂസ് വൺ പ്രോഡക്റ്റ് ഓൺലി ഇൻ ലാർജ് നമ്പേഴ്സ്. ദിസ് യൂസ്ഡ് ലൈക്ക് മൈൻസ്, ക്വാറീസ്, സിമെൻറ്റ് വർക്ക്സ്, സ്റ്റീൽ വർക്ക്സ് എക്സെട്ര. അപ്പോൾ എന്താണ്, ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ യൂണിറ്റ് കോസ്റ്റിംഗ് ആണ്. കുറേ ലാർജ് നമ്പർ ഓഫ് യൂണിറ്റ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്, യൂണിറ്റ് കോസ്റ്റിങ്ങിലാണ്. ഇപ്പോൾ മൈന്, ക്വാറീസ്, നമ്മൾ എന്താണ് കരിങ്കൽ, അതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ദെൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ദിസ് മെത്തേഡ് ഈസ് അപ്ലൈഡ് ഇൻ ബിസിനസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ റണ്ണിംഗ് സർവീസസ് സച്ച് ആസ് ട്രാൻസ്പോർട്ട്, റെയിൽവേ, എയർവേ, ഹോസ്പിറ്റൽ, ഇലക്ട്രിസിറ്റി എക്സെട്ര. അതായത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രാൻസ്പോർട്ട് സർവീസാണ്, റെയിൽവേ സർവീസാണ്, എയർലൈൻസ് സർവീസാണ്, ഹോസ്പിറ്റൽ സർവീസാണ്. അപ്പോൾ എന്താണ്, സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന അവിടെ നമ്മൾ ചെയ്യുന്ന കോസ്റ്റിംഗ് ആണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്നാണ്. ഓപ്പറേഷൻസിന്, ഓരോ ഓപ്പറേഷൻസിന് എത്ര രൂപ വരും, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റൊക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ്. ഇതെന്ത് ചെയ്യുക, നിങ്ങൾ നോട്ടിലേക്ക് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. താങ്ക് യു.